ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ തേർഡ് പാർട്ടാണ് ഇത്. ഫസ്റ്റ് സെക്കൻഡ് പാർട്ട് കാണാത്തവർ കണ്ടിട്ട് വരിക. കാരണം അതിലാണ് നമ്മൾ ഫസ്റ്റ് സെമസ്റ്ററിൻ്റെയും സെക്കൻഡ് സെമസ്റ്ററിൻ്റെയും ജേർണൽസ് എങ്ങനെയാണ് എഴുതുന്നത് എന്നുള്ളത് പറയുന്നത്. ഈ ഒരു പോർഷനിൽ പാർട്ട് 3 പറയാൻ പോകുന്നത് തേർഡ് സെമസ്റ്റർ ആൻഡ് ഫോർത്ത് സെമസ്റ്ററിൻ്റെ ജേർണൽസ് എഴുതുന്നതിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് തേർഡിലേക്ക് കിടക്കാം. ഈ തേർഡ് ജേർണലിൽ ഏകദേശം സെക്കൻഡായിട്ട് സെയിം തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് ഇതിൽ നമുക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ളത് കേസ് വർക്കാണ്. അപ്പോൾ നമ്മൾ സെക്കൻഡിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്തത് എന്തായിരുന്നു? കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ ആയിരുന്നു. പക്ഷേ തേർഡ് സെമസ്റ്ററിൽ നമുക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ളത് കേസ് വർക്കാണ്. അതുപോലെ തന്നെ ഫോർത്ത് സെമസ്റ്ററിൽ നമുക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ളത് ഗ്രൂപ്പ് വർക്കാണ്. മനസ്സിലായല്ലോ? തേർഡ് സെമസ്റ്ററിൽ കേസ് വർക്കും ഫോർത്ത് സെമസ്റ്ററിൽ ഗ്രൂപ്പ് വർക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ 15 ദിവസത്തെ കൺകറന്റ് വിസിറ്റ് ചെയ്യുമ്പോൾ അവിടെ കേസ് വർക്ക് ചെയ്യാൻ പറ്റിയ ഒരു ഏജൻസി വേണം നമുക്ക് ഈ തേർഡ് സെമസ്റ്ററിന് വേണ്ടി ചൂസ് ചെയ്യാനായിട്ട്. ഓക്കെ, മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ ഇനി നമുക്ക് ഏകദേശം സെക്കൻഡ് സെമസ്റ്ററിനെ പോലെ തന്നെ ഇതിൽ ഇൻഡക്ഷൻ മീറ്റിംഗ് ഉണ്ട്. ഇൻഡക്ഷൻ മീറ്റിംഗ് എല്ലാത്തിലും ഉണ്ട്. എല്ലാ ജേർണലിലും ഇൻഡക്ഷൻ മീറ്റിംഗ് കാണും. അതുപോലെ ഇവിടെയാണ് നമ്മൾ സർട്ടിഫിക്കറ്റ് ഒട്ടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഏജൻസി ചൂസ് ചെയ്യുമ്പോൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? അവിടെ കേസ് വർക്കാണ് നമുക്ക് നടപ്പിലാക്കേണ്ടത്. അപ്പോൾ നമുക്കറിയാം, ആദ്യം തന്നെ ഇൻഡക്ഷൻ മീറ്റിംഗ് നടത്തിയ റിപ്പോർട്ട് ചെയ്താനുണ്ടാവും. 5 ഇൻഡിവിജ്വൽ കോൺഫറൻസ് ഉണ്ട്, 5 ഓറിയന്റേഷൻ വിസിറ്റ് ഉണ്ട്. അതുപോലെ തന്നെ കൺകറന്റ് വിസിറ്റ് എത്രയാണ്? കൺകറന്റ് 15 ഡേയ്സ് കൺകറന്റ് വിസിറ്റ് നമുക്ക് ചെയ്യാനുണ്ട്. കൺകറന്റ് വിസിറ്റ് ചെയ്തതിന്റെ സർട്ടിഫിക്കറ്റ് ആണ് നമുക്ക് വേണ്ടി. കൺകറന്റ് വിസിറ്റ് ചെയ്യാൻ ഏതെങ്കിലും നമുക്ക് കൗൺസിലിംഗ് സെന്റർ എടുക്കാം, എവിടെ വേണേലും എടുക്കാം. അവിടെ കേസ് വർക്ക് ഉണ്ടായിരിക്കണം. ആ ഒരു NGO അല്ലെങ്കിൽ ഏജൻസി വേണം നമ്മൾ എന്തിനു വേണ്ടി ചൂസ് ചെയ്യാൻ? ഈ പറയുന്ന തേർഡ് സെമസ്റ്ററിലെ ഏജൻസി ആയിട്ട് ചൂസ് ചെയ്യാനായിട്ട്. മനസ്സിലായല്ലോ? ഇനി നമുക്ക് ഏകദേശം ഇൻഡക്ഷൻ മീറ്റിംഗ് റിപ്പോർട്ട് ഞാൻ ഫസ്റ്റും സെക്കൻഡ് പാർട്ടിലെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഓറിയന്റേഷൻ വിസിറ്റ് എഴുതുന്നതും പിന്നെ അതുപോലെ കൺകറന്റ് വിസിറ്റ് എഴുതുന്ന ഫോർമാറ്റും എല്ലാം ഞാൻ ഫസ്റ്റ് സെക്കൻഡ് പാർട്ടുകളിൽ പറഞ്ഞിട്ടുണ്ട്. കാണാത്തവരും ഡൗട്ട് ഉള്ളവരും അത് പോയി കാണുക. ഇതാണ് കൺകറന്റ് വിസിറ്റ്. ഇവിടെയാണ് കൺകറന്റ് വിസിറ്റ് റിപ്പോർട്ട് ചെയ്തേണ്ടത്. ഫോർമാറ്റും കാര്യങ്ങളൊക്കെ ഞാൻ സെക്കൻഡ് പാർട്ടിൽ പറയുന്നുണ്ട്. ഒന്ന് നോക്കുക കൺകറന്റ് വിസിറ്റിന്റെ. ഇനി കൺകറന്റ് വിസിറ്റിൽ എഴുതാൻ നേരത്ത് നമ്മൾ എന്ത് ശ്രദ്ധിക്കണം? നമ്മൾ അവിടെ ചെയ്ത കേസ് വർക്കാണ് എഴുതേണ്ടത്. നമ്മൾ അവിടെ എന്ത് കേസ് വർക്കാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആണ് എഴുതേണ്ടത്. ഫസ്റ്റ് ഡേയും സെക്കൻഡ് ഡേയും നമ്മൾ ചിലപ്പോൾ കേസ് സ്റ്റഡി ഒക്കെ നടത്തായിരിക്കും, അവിടുത്തെ ഏജൻസിയെ കുറിച്ച് പഠിക്കായിരിക്കും. പക്ഷേ ഒരു തേർഡ് ഫോർത്ത് ഡേ ഒക്കെ ആകുമ്പോൾ നമുക്ക് കേസ് വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ ഈ കേസ് വർക്ക് ചെയ്ത, അതായത് നമ്മൾ ഈ പറയുന്ന NGOയിൽ ചെയ്ത കേസ് വർക്ക് റിപ്പോർട്ടാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് എഴുതേണ്ടത്. ഏകദേശം 4 പേജോളം നമ്മൾ കേസ് വർക്കിനായിട്ട് സ്പെൻഡ് ചെയ്യണം. അപ്പോൾ ഇതിന്റെ ഫോർമാറ്റ് നോക്കാം. കേസ് വർക്കിന്റെ ഫോർമാറ്റ് ആണ് പറഞ്ഞത്. സ്റ്റേജസും പ്രോസസ്സും ഒക്കെയാണ് പറയുന്നത്. സ്റ്റേജസിൽ നമ്മൾ ഫസ്റ്റ് ചെയ്തേണ്ട ഇൻടേക്ക് പ്രോസസ് ആണ്. കേസ് വർക്കിൽ ഇൻടേക്ക് പ്രോസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു കേസ് വർക്ക് ചെയ്യാൻ നേരത്ത് നമുക്ക് കൗൺസിലിംഗ് ഉണ്ടാവുമല്ലോ. നമ്മൾ ആസ് എ കൗൺസിലർ, നമ്മൾ കേസ് വർക്കർ ആണെങ്കിൽ നമുക്ക് നമ്മുടെ ക്ലയന്റിന്റെ ഇൻടേക്ക് പ്രോസസ്സിന് അവരുടെ നെയിമും ഡീറ്റെയിൽസും അതുപോലെ തന്നെ അവരുമായിട്ടൊരു റപ്പോർട്ട് ബിൽഡിങ്ങിനൊക്കെ നടത്തുന്ന ഒരു പ്രോസസ്സാണ് ഇൻടേക്ക് പ്രോസസ് എന്ന് പറയുന്നത്. രണ്ടാമത് സൈക്കോ സോഷ്യൽ സ്റ്റഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ എന്ത് ചെയ്യണം? അവരുടെ പ്രശ്നം എന്താണ്, അവരുടെ പ്രശ്നങ്ങൾ എന്താണ്, അവർ മാനസികമായിട്ട് ബുദ്ധിമുട്ടുന്ന കാര്യങ്ങൾ എന്താണ്, ആരെയാണോ നമ്മൾ കേസ് വർക്ക് ചെയ്യുന്നത് അത് എന്ത് തരത്തിലുള്ള കേസാണ്, എല്ലാം നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്നതൊക്കെ ഏത് സ്റ്റേജിലാണ്? സൈക്കോ സോഷ്യൽ സ്റ്റഡിയിലാണ്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ സൈക്കോ സോഷ്യൽ ഡയഗ്നോസിസിൽ വരുന്നത് നമ്മൾ സ്റ്റഡി നടത്തി ഇന്ന പ്രോബ്ലം ആണ് കണ്ടുപിടിച്ചു, നമ്മൾ അത് അസസ് ചെയ്യുന്ന സ്റ്റേജാണ് മൂന്നാമത്തെ സ്റ്റേജ്. അതിന് നമുക്ക് ഹോം വിസിറ്റ് നടത്താം, പലവരുമായിട്ടുള്ള ഇന്റർവ്യൂ നടത്തേണ്ടി വരും, ഇന്റർവ്യൂ വിത്ത് ഫാമിലി മെമ്പേഴ്സ് ഒക്കെ ആയിട്ട് ഇന്റർവ്യൂ നടത്തേണ്ടി വരും. എന്തിനാണ് ഇത് നടത്തുന്നത്? ഇദ്ദേഹത്തിന്റെ പ്രശ്നം എന്താണ് എന്നുള്ളതും അതിന്റെ റൂട്ടും എല്ലാ കാര്യങ്ങളും അറിയുന്ന സ്റ്റേജാണിത്. ഈ ഫോർത്ത് സ്റ്റേജ് എന്ന് പറയുന്നത് ഇന്റർവെൻഷൻ പ്ലാനിങ്. നമ്മൾ ഒരു ട്രെയിനിയാണ്, സോഷ്യൽ വർക്ക് ട്രെയിനിയാണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? സഡൻ ആയിട്ട് ഒരു ഇന്റർവെൻഷൻ ഒന്നും കൊടുക്കാനായിട്ട് പറ്റത്തില്ല. നമുക്കപ്പോൾ എന്ത് ചെയ്യണം? ആ ഒരു ഏജൻസിയിലെ കൗൺസിലറായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ഇന്റർവെൻഷൻ പ്ലാൻ ചെയ്യാം. എന്തൊക്കെ ഇന്റർവെൻഷൻസ് നമുക്ക് കൊടുക്കാൻ പറ്റുമെന്ന് പ്ലാൻ ചെയ്യാം. നമ്മുടെ കൺസെപ്റ്റും നമ്മുടെ കാര്യങ്ങളും നമ്മൾ എന്താണ് പ്ലാൻ ചെയ്തതെന്നൊക്കെ ഈ സമയത്താണ് ഡിസ്കസ് ചെയ്യേണ്ടത്. അതിനുശേഷമാണ് ഇന്റർവെൻഷൻ സ്റ്റേജ്, അതായത് ട്രീറ്റ്മെന്റ് ആണ്. ഇന്റർവെൻഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ഇന്റർവെൻഷൻ ആണ് കൊടുക്കുന്നത് എന്നുള്ളത്, അത് ഏത് ടൈപ്പ് ഓഫ് കേസുമായി ബന്ധപ്പെട്ടാണ് ഈ ഇന്റർവെൻഷൻ നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. അതിനുശേഷം ഇവാലുവേഷൻ ആൻഡ് മോണിറ്ററിംഗ് സ്റ്റേജ്. നമ്മൾ ഇന്റർവെൻഷൻ കൊടുത്തതിന് ശേഷം പിറ്റേ ദിവസം തന്നെയല്ല, കുറച്ച് ഡേയ്സ് ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ അത് ഇവാലുവേറ്റ് ചെയ്യാണ്. നമ്മൾ കൊടുത്ത ഇന്റർവെൻഷൻ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടോ, ശരിയായി നടക്കുന്നുണ്ടോ എന്നൊക്കെ ഉള്ളതിനെയാണ് ഇവാലുവേഷൻ ആൻഡ് മോണിറ്ററിംഗ് സ്റ്റേജ് എന്ന് പറയുന്നത്. അതിനുശേഷം വീണ്ടും നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. ആ ക്ലയന്റ് ഓക്കെ ആയോ, അവരുടെ പ്രശ്നം പരിഹരിക്കാൻ പറ്റിയോ എന്നുള്ള സംഭവങ്ങൾ. അതിനുശേഷം എല്ലാം ഓക്കെ ആയി നമുക്ക് എന്ത് ചെയ്യാം? ടെർമിനേഷൻ ചെയ്യാം. ഇതാണ് ഇതിന്റെ സ്റ്റെപ്സ്. പലതരത്തിലുള്ള സ്റ്റെപ്സ് ഉണ്ട്. ഞാൻ ഫോളോ ചെയ്യുന്ന ഇതാണ്. ഇത് വെച്ചിട്ട് നമുക്ക് ഈ റിപ്പോർട്ടുകൾ എഴുതാം. ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? 15 ഡേയിലെ റിപ്പോർട്ടുകളും ഇത് വെച്ചിട്ട് നമുക്ക് എഴുതാം. ഇതാണ് നമ്മൾ തേർഡ് സെമസ്റ്ററിൽ ശ്രദ്ധിക്കേണ്ട കാര്യം. ഓക്കെ, നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫോർത്ത് സെമസ്റ്റർ ആണ്. ഫോർത്ത് സെമസ്റ്ററിൽ നമ്മൾ 15 ഡേയ്സ് കൺകറന്റ് വിസിറ്റ് ചെയ്യേണ്ടത് സോഷ്യൽ ഗ്രൂപ്പ് വർക്കാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് കിടക്കാം. ബാക്കിയെല്ലാം സെയിം ആണ്. ഇൻഡക്ഷൻ മീറ്റിംഗ്, പിന്നെ 5 ഓറിയന്റേഷൻ വിസിറ്റ്, 5 ഇൻഡിവിജ്വൽ കോൺഫറൻസ്, പിന്നെ 15 കൺകറന്റ് വിസിറ്റ് ആണ്. ഈ 15 കൺകറന്റ് വിസിറ്റും ചെയ്യേണ്ടത് എവിടെയാണ്? സോഷ്യൽ ഗ്രൂപ്പ് വർക്ക് ചെയ്യാൻ പറ്റിയ ഒരു ഏജൻസിയിൽ. എല്ലായിടത്തും തന്നെ നമുക്ക് സോഷ്യൽ ഗ്രൂപ്പ് വർക്ക് ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ ഏജൻസിനെ കുറിച്ച് ഓർത്ത് ബോധ്യമാവേണ്ട. ആ ഒരു നമ്മുടെ ഈ പ്രോസസ്സ് ഉണ്ടല്ലോ, സോഷ്യൽ ഗ്രൂപ്പ് വർക്ക് നമ്മൾ എന്ത് ചെയ്യണം? ഈ പറയുന്ന 15 ദിവസത്തിനുള്ളിൽ നമ്മൾ ചെയ്തിരിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റെപ്സിലേക്ക് കിടക്കാം. അപ്പോൾ സോഷ്യൽ വർക്ക് ഗ്രൂപ്പ് വർക്കിന്റെ സ്റ്റെപ്സിലേക്ക് കിടക്കാം. ഷോർട്ട് കട്ടിൽ എഴുതി വെച്ചിട്ടുണ്ട്, അത് പറഞ്ഞു തരാം കേട്ടോ. അതായത് സ്റ്റെപ്സ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് 1, മീറ്റ് ദ ഏജൻസി സ്റ്റാഫ് ആൻഡ് ഡിസ്കസ് ദ പർപ്പസ് ആൻഡ് പ്ലാൻ ഓഫ് സോഷ്യൽ ഗ്രൂപ്പ് വർക്ക്. നമ്മൾ ഏത് ഏജൻസിയിലാണോ ചെയ്യുന്നത് ആ ഏജൻസിയിലെ സ്റ്റാഫിൻ്റെ അടുത്ത് ഡിസ്കസ് ചെയ്യുക. എന്നിട്ട്
എന്താണ് നമ്മുടെ പ്ലാൻ, ഗ്രൂപ്പ് വർക്കിന്റെ പർപ്പസും പ്ലാനും, അതായത് നമ്മുടെ ഏജൻസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ സ്പെഷ്യൽ സ്കൂളിലാണ് നമ്മൾ ഈ പറയുന്ന സംഭവങ്ങൾ ഫീൽഡ് വർക്ക് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ പ്ലാനിങ് എന്തായിരിക്കും? സ്പെഷ്യൽ സ്കൂളിലെ ചിൽഡ്രൻസിന് വേണ്ടി എന്തെങ്കിലും പ്ലാൻ ചെയ്യാണ് അല്ലേ? ഇനിയിപ്പോൾ സ്കൂളിലേക്കാണ്, നമ്മൾ സ്കൂളിലാണ് ഫീൽഡ് വർക്ക് ചെയ്യുന്നതെങ്കിൽ സോഷ്യൽ ഗ്രൂപ്പ് വർക്കിന്റെ പ്ലാൻ ചെയ്യുന്നത് ആ സ്കൂളിലെ കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു ട്രെയിനിങ് കൊടുക്കുക, എന്തെങ്കിലും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ എന്താണ്, ഒരു ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടികളെ സെലക്ട് ചെയ്തിട്ട് അവർക്ക് ബേസിക് ആയ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക. ഇതുപോലെ എല്ലാ ഏജൻസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പഞ്ചായത്തിലാണെങ്കിൽ നമ്മൾ 3 ദിവസത്തെ പേപ്പർ ബാഗ് നിർമ്മാണം, പിന്നെ അല്ലെങ്കിൽ ഏതെങ്കിലും NGOസിലാണെങ്കിൽ സോപ്പ് നിർമ്മാണം, അല്ലെങ്കിൽ എന്താണ് ഒരു ക്യാൻഡിൽ മേക്കിംഗ്, ഇങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ഗ്രൂപ്പ് വർക്കായിട്ട് ആക്ടിവിറ്റി ആയിട്ട് ചൂസ് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പർപ്പസും പ്ലാനും സോഷ്യൽ വർക്ക് ഗ്രൂപ്പ് വർക്കിന് എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത് സ്റ്റാഫായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. സെക്കൻഡ് എന്ന് പറയുന്നത് ടു ഫൈനലൈസ് ദ പർപ്പസ് ഓഫ് ദി ഗ്രൂപ്പ് ആൻഡ് ലേ ഡൗൺ ദ പ്രോസസ് ഓഫ് ഗ്രൂപ്പ് വർക്ക്. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ ഒരു സ്റ്റേജിൽ നമ്മുടെ കറക്റ്റായി നമ്മുടെ ഒബ്ജക്റ്റീവ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കണം. അതാണ് ടു ലിസ്റ്റ് ദ മൊബിലൈസ് ദ റിസോഴ്സസ് നീഡഡ് ഫോർ കണ്ടക്ടിംഗ് ദ ഗ്രൂപ്പ് സെക്ഷൻ. അപ്പോൾ നമ്മൾ ഗ്രൂപ്പ് സെക്ഷൻ കണ്ടക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് കുറച്ച് റിസോഴ്സസ് ഒക്കെ വേണ്ടി വരും. ഇപ്പോൾ സ്പെഷ്യൽ ചിൽഡ്രൻസിനാണെങ്കിൽ അവർക്ക് അവൻ്റെ രീതിയിൽ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള സാധനങ്ങൾ വേണ്ടി വരും. അതുപോലെ തന്നെ ചിലപ്പോൾ ക്യാൻഡിൽ മേക്കിംഗ് ആണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സാധനങ്ങൾ വരും, സോപ്പ് നിർമ്മാണത്തിനാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സാധനങ്ങൾ വേണ്ടി വരും, അതുപോലെ തന്നെ പേപ്പർ ബാഗ് ആണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സാധനങ്ങൾ അറിയാലോ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട സാധനങ്ങളിലെ റിസോഴ്സസ് നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ്. ടു ഫിക്സ് ദ സെലക്ഷൻ ക്രൈറ്റീരിയ ആൻഡ് ബിഗിൻ റിക്രൂട്ടിംഗ് പാർട്ടിസിപ്പൻസ് ഫോർ ദി ഗ്രൂപ്പ്. അതായത് ഇപ്പോൾ ഞാൻ പറഞ്ഞു സ്കൂളിലാണെങ്കിൽ നമ്മൾ ഇപ്പോൾ ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടികളാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ആ കുട്ടികളെ നമുക്ക് സെലക്ട് ചെയ്യണമല്ലോ. അപ്പോൾ ഒരു 10 സ്റ്റുഡൻസിനെ നമ്മൾ സെലക്ട് ചെയ്തെന്ന് വിചാരിക്കുക. ആ 10 സ്റ്റുഡൻസിന്റെ പേരും ഏജും ഡീറ്റെയിൽസും ക്ലാസും നമുക്ക് വേണം. അപ്പോൾ നമ്മൾ സെലക്ഷൻ നടത്താനേ 4ാമത്തെ സ്റ്റേജിലാണ് നമ്മൾ സെലക്ഷൻ നടത്തുന്നത്. അത് കഴിഞ്ഞിട്ട് ടു കണ്ടക്ട് ദ ഫസ്റ്റ് സെഷൻ വിത്ത് ഗ്രൂപ്പ് മെമ്പേഴ്സ് ആൻഡ് ഷെയർ ദ ഗ്രൂപ്പ് ഒബ്ജക്റ്റീവ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സെഷൻ അത് കഴിഞ്ഞിട്ട് നടത്താണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ എന്താണ് ഡെലിവർ ചെയ്യേണ്ടത്? ആ ഗ്രൂപ്പിന്റെ ഒബ്ജക്റ്റീവും ഗ്രൂപ്പ് ഒബ്ജക്റ്റീവാണ് നമ്മൾ ഷെയർ ചെയ്യേണ്ടത്. ഓക്കെ, എന്നിട്ട് പിന്നെ ഗ്രൂപ്പ് മെമ്പേഴ്സിനെ പരിചയപ്പെടലും കാര്യങ്ങളും. പിന്നെ നമുക്കൊരു അടുത്ത സെക്ഷനായിട്ട് വരാൻ നമുക്ക് എത്ര ദിവസത്തേക്കാണ് നമ്മൾ ആക്ടിവിറ്റി ഫിക്സ് ചെയ്തതെന്നൊക്കെ ഉള്ളത് നമ്മൾ ഇവിടെ പ്ലാൻ ചെയ്തിരിക്കണം. ആ ഒരു സംഭവം ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്ന 3 ഡേ ആക്ടിവിറ്റിയാണ്. അപ്പോൾ 3 ദിവസം ആയിട്ട് ആക്ടിവിറ്റി നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നതായിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി 2 ദിവസം ആക്കാം, 1 ഡേ ആക്കാം, എന്ത് വേണമെങ്കിലും ആക്കാം. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടമാണ്, അത് സെലക്ട് ചെയ്യാം. അത് 3 ഡേയ്സ് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് റിവ്യൂ ആൻഡ് റിവേഴ്സ് ഓൾ ദി പ്രീവിയസ് സെഷൻസ് ആൻഡ് പ്രിപ്പയർ ഫോർ ഗ്രൂപ്പ് ഇവാലുവേഷൻ. നമ്മൾ എന്ത് ചെയ്യണം? നടത്തിയ പ്രോഗ്രാം 3 ദിവസത്തെ എല്ലാം കറക്റ്റ് ആയിട്ടാണോ ചെയ്തത് റിവ്യൂ ചെയ്യണം. നമുക്കറിയാം എന്താ റിവ്യൂ എന്ന് വെച്ചാൽ ഗ്രൂപ്പ് ഇവാലുവേഷൻ. ഈ ഗ്രൂപ്പിനെ കുറിച്ച് ഇവാലുവേറ്റ് ചെയ്ത് പ്രോഗ്രസ് ഉണ്ടായോ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യണത് ഇവിടെയാണ്, റിവ്യൂ ചെയ്യാനേ. ടു കണ്ടക്ട് ഫൈനൽ ഇവാലുവേഷൻ ഓഫ് ദി ഗ്രൂപ്പ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദ ഔട്ട്കം ഓഫ് ദി സെഷൻ. നമുക്ക് അതിനുശേഷം നമുക്ക് റിവ്യൂ റിസൾട്ട് ഒക്കെ കിട്ടിയതിന് ശേഷം നമ്മൾ അത് ഇവാലുവേറ്റ് ചെയ്യണം. ഓക്കെ ആണോ? നമ്മുടെ ഗ്രൂപ്പ് നല്ല രീതിയിൽ പോയോ, നമ്മൾ ഉദ്ദേശിച്ച പ്ലാനിംഗ് ഒക്കെ നടന്നോ, കുട്ടികൾക്ക് മാറ്റം ഉണ്ടായോ എന്നുള്ള സംഭവങ്ങളൊക്കെയാണ് ഇവിടെ ചെയ്യുന്നത്. ടു എൻഡ് ഗ്രൂപ്പ് ഫോർമലി ആൻഡ് അപ്രീഷിയേറ്റ് ദ മെമ്പർ ഫോർ ദെയർ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ. അറിയാലോ നമ്മൾ ലാസ്റ്റ് എന്താണ് ചെയ്യുന്നത്? വൈൻഡപ്പ് ചെയ്യാണ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അതുവരെയും ഈ 3 സെഷനിലും പാർട്ടിസിപ്പേറ്റ് ചെയ്ത മെമ്പേഴ്സിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇതാണ് സോഷ്യൽ ഗ്രൂപ്പ് വർക്കിന്റെ സ്റ്റെപ്സ്. അപ്പോൾ നമ്മൾ ഈ സ്റ്റെപ്സ് വെച്ചിട്ട് വേണം 15 ദിവസത്തെ റിപ്പോർട്ടും എഴുതാൻ. അതുപോലെ തന്നെ നമ്മൾ ഇവിടെയിട്ട് എഴുതാൻ ഈ ഒരു റിപ്പോർട്ട് മൊത്ത കാര്യങ്ങളും ഉണ്ടാവണം. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന ഫീൽഡ് വർക്ക് ഈ പറയുന്ന 3, 4 ഈ 3ാമത്തെ പാർട്ടിൽ ഇട്ടേക്കുന്നത്. ഈ മൂന്നാമത്തെ സെമ്മിൽ അവിടെ നമുക്ക് ചെയ്യാനുള്ളത് കേസ് വർക്ക് ആണെങ്കിൽ ഈ 4ാമത്തെ സെമസ്റ്ററിൽ നമുക്ക് ചെയ്യാനുള്ളത് ഗ്രൂപ്പ് വർക്കാണ്. രണ്ടിൻ്റെ ഡിഫറൻസ് മനസ്സിലായല്ലോ, കേസ് വർക്കിന്റെ ഗ്രൂപ്പ് വർക്കിന്റെ. അപ്പോൾ ഈ ഒരു സംഭവം ചെയ്യാൻ പറ്റിയ ഏജൻസി വേണം നമുക്ക് ചൂസ് ചെയ്യാൻ. കേസ് വർക്ക് ചെയ്യാൻ പറ്റിയ ഏജൻസി വേണം നമുക്ക് ചൂസ് ചെയ്യാൻ. അതുപോലെ തന്നെ ഗ്രൂപ്പ് വർക്ക് ചെയ്യാൻ പറ്റിയ ഏജൻസി വേണം ചൂസ് ചെയ്യാൻ. ഒബ്വിയസ്ലി നമുക്ക് കേസ് വർക്ക് ഒരു സ്കൂളിൽ ചെയ്യാം അല്ലേ, സ്പെഷ്യൽ ചിൽഡ്രൻസിന്റെ അടുത്ത് ചെയ്യാം അല്ലേ, ഓൾഡ് ഏജ് ഹോമിൽ ചെയ്യാം, എല്ലായിടത്തും നമുക്ക് ചെയ്യാം കേസ് വർക്ക്. ഗ്രൂപ്പ് വർക്കും അതുപോലെ തന്നെ എല്ലായിടത്തും ചെയ്യാം. പിന്നെ കേസ് വർക്ക് ചെയ്യാൻ നേരത്തെ കൗൺസിലിംഗ് സെന്ററിലൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അത് മനസ്സിലാക്കി എടുക്കുക. എങ്ങനെയാണ് എഴുതേണ്ടതെന്നുള്ളൊരു ഇത് കിട്ടിയല്ലോ. ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് 3rd ഇയറിലെ 5th സെമ്മും 6th സെമ്മിലേക്കാണ്. ഈ 2 ജേണൽസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അത് അടുത്ത സെക്ഷനിൽ ഇടാം. പാർട്ട് 4 ഇതിന്റെ ഒരു കാര്യങ്ങളായിരിക്കും പറയുന്നത്. അതിന്റെ സ്റ്റെപ്പും കാര്യങ്ങളും എങ്ങനെ എഴുതാന്നുള്ള എല്ലാ ഡീറ്റെയിൽസ് ഉണ്ടാവും. വീഡിയോസ് ഇത്രയും ടൈം എടുത്ത് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതാണല്ലോ. ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ കമന്റ്സ് ഇടണം, ലൈക്ക് ചെയ്യണം, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഇത് ഷെയർ ചെയ്യണം, അവരുടെ അടുത്ത് പറഞ്ഞു കൊടുക്കണം. കാരണം നമ്മൾ മാത്രമല്ലല്ലോ, അവരും ഇതുപോലെ തന്നെ സ്ട്രഗിൾ ചെയ്യായിരിക്കും ഓൺലൈൻ ആയതുകൊണ്ട് തന്നെ. അപ്പോൾ അവർക്കും ഇത് അറിയട്ടെ, അപ്പോൾ അവരിലേക്കും ഇത് ഷെയർ ചെയ്യണം. താങ്ക് യു കേട്ടോ.